T20 വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ തങ്ങളുടെ ആദ്യ മാച്ചിൽ ഇന്ത്യ നാളെ അയർലൻഡിനെ നേരിടുന്നു. പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യൻ പ്ലേയിങ് 11നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ജയ്സ്വാൾ 11ൽ ഉണ്ടാകില്ല. വിരാട് കോഹ്ലി തന്നെയായിരിക്കും രോഹിത്തിന്റെ ഓപ്പണിംഗ് പാർട്ണർ. മിഡിൽ ഓർഡറിൽ ശിവം ഡുബെയെ മാനേജ്മെന്റ് കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. വിക്കറ്റ് കീപ്പർ റോളിൽ ഋഷഭ് പന്ത് തന്നെയാണ് ഫസ്റ്റ് ചോയ്സ്. ബംഗ്ലാദേശിനെതിരെയും പന്ത് തന്നെയായിരുന്നു വിക്കറ്റിന് പിന്നിൽ. ബാറ്റിംഗിലും കൃത്യസമയത്ത് താരം ഫോമിലേക്ക് എത്തുകയും ചെയ്തു. സ്കൈ, ഹാർദിക്, ഡുബെ എന്നിവരായിരുന്നു പ്രാക്ടീസ് മാച്ചിലെ മധ്യനിര. എന്നാൽ അയർലൻഡിനെതിരെ ഇത് തുടരുമോ എന്ന് കണ്ടറിയണം. സ്കൈക്ക് ഏറ്റവും സ്യൂട്ടായത് 3-ാം നമ്പറാണ്. അതുപോലെ തന്നെ പന്തിനെ 4-ഓ 5-ഓ സ്ഥാനത്തേക്ക് പരിഗണിക്കാം. ഡുബെയുടെ കാര്യത്തിൽ പിച്ച് ഒരു പ്രധാന ഫാക്ടറായിരിക്കും. പേസ് ബോളിങ്ങിനെ കാര്യമായി തന്നെ പിന്തുണയ്ക്കുന്ന സ്വഭാവമാണ് ന്യൂയോർക്കിലെ പിച്ചിന്. പ്രാക്ടീസ് മാച്ചിലും നാം അത് കണ്ടു. ഇന്നലെ നടന്ന ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക മാച്ചിലും പേസർമാർ തന്നെയായിരുന്നു കളി നിയന്ത്രിച്ചത്. ആൻഡ്രിച്ച് നോക്കിയെ 4 വിക്കറ്റ് വീഴ്ത്തി. പേസർമാർക്കെതിരെ അല്പം വീക്കാണ് ഡുബെയുടെ ബാറ്റിംഗ് സ്കിൽ. ഒരു ടീമിനെയും വില കുറച്ച് കാണരുത്. അട്ടിമറിക്ക് പേരുകേട്ട ടീമാണ് അയർലൻഡ്. അവരുടെ പേസ് ബോളിങ്ങിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മധ്യനിരയിൽ സഞ്ജുവിനെ കളിപ്പിക്കാൻ വലിയ സാധ്യതയുണ്ട്. പിച്ച് കൂടി കണ്ട ശേഷമായിരിക്കും 11 ഫൈനലൈസ് ചെയ്യുക. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന 11 കമന്റ് ചെയ്യൂ. വേൾഡ് കപ്പിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.